ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിശാഖ്. അപ്പോൾ ഒത്തിരി നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. വീഡിയോ ഇടാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൊറോണ കേസുകളും വീടിൻ്റെ അടുത്തൊക്കെ ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ച് ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതിനുള്ള കാരണം നാടൻ രീതിയിലുള്ള ഒരു കുക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് ഇനി കുറച്ച് ദിവസം അങ്ങോട്ട് ഇടുന്നത്. അഗസ്തിപ്പൂ കൊണ്ട് നല്ല അടിപൊളിയായിട്ടൊരു തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലോട്ട് പോകും. നല്ല ഫ്രഷായിട്ടുള്ള അഗസ്തിപ്പൂവാണ്. ഞാൻ തന്നെ രാവിലെ പറിച്ചെടുത്തതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റിയായിട്ട് നമുക്കിത് തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനെ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഞെട്ടൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഇനി ബാക്കി ഇതിനകത്ത് ചേർക്കുന്നത് സവാളയാണ്. അപ്പോൾ 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. സവാള ഒരുപാട് അങ്ങ് സ്ലൈസായിട്ട് കട്ട് ചെയ്യേണ്ട, നമുക്കൊരു അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ഇതായി കളയേണ്ട. അതേപോലെ തന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ചെറിയ പീസായിട്ട് അതിനെ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ കൂടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കൊരു തേങ്ങ ഒന്ന് പൊട്ടിച്ച് അതിനെ ഒന്ന് ചിരകിയെടുക്കണം. അപ്പോൾ ഒരു തേങ്ങ എടുത്ത് നമുക്ക് പകുതി ചിരകിയെടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു പകുതി തേങ്ങ എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്ത് അതിനകത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതിൻ്റെ പകുതി ഭാഗം നമുക്ക് എടുക്കാം. ബാക്കി പകുതി നമുക്ക് അതിനകത്ത് അല്ലാതെ വേണം. ഇതിപ്പോൾ പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകമാണ്, നല്ല ജീരകം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ കളർ കിട്ടുന്നതിനാണ്, എരിവും കാണില്ല. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അടിച്ചത് ഈ ഒരു പരുവത്തിനാക്കി എടുക്കാം. ഇനി ഇതിനെ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇതിനകത്ത് ചട്ടിയിൽ കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ അപ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ആവശ്യത്തിനനുസരിച്ചുള്ള കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ഇതിനകത്ത് ഇനി അടുത്തായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അടപ്പൊന്ന് മാറ്റി നോക്കുമ്പോൾ ഇതേപോലെ ഒരു കളർ മാത്രം വന്നാൽ ഒരുപാട് അങ്ങ് ഉള്ളി അങ്ങ് വേണ്ട കളറൊന്ന് മാറ്റിയെടുക്കേണ്ടത്. ഇതേപോലെ ആകുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ അഗസ്തിപ്പൂ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതിന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ഉള്ളിയും ഈ അഗസ്തിപ്പൂവും കൂടി ഒരേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതിനെ ഒന്ന് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അഗസ്തിപ്പൂ ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് വളരെ കൂടിപ്പോകരുത്. ഇല ഇതായതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മതിയാവും. എന്നിട്ട് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ സൈഡെല്ലാം നല്ല രീതിയിലൊന്ന് ഇളക്കി നമ്മൾ മാറ്റിയതിന് ശേഷം സെൻട്രലായിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തേങ്ങയും വെളുത്തുള്ളിയും മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിനകത്തിടാം. എന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഇളക്കുന്നില്ല. ഇതിൻ്റെ ഈ സൈഡിലുള്ള
നമ്മുടെ അഗസ്ത്യപ്പൂ എല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് ഇതേപോലെ സൈഡിൽ നിന്ന് മേളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചിട്ട് എടുക്കണം. അപ്പോഴത്തേക്കും നമ്മൾ ഇട്ട് കൊടുത്ത അരപ്പൊക്കെ ഒന്ന് റെഡിയായി വെന്തൊക്കെ ഒന്ന് വരുന്നതാണ്. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ഒരു പരുവത്തിന് നയിക്കും. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം. ഫുള്ളായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അരപ്പൊക്കെ ചെറിയൊരു വേവലിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ പണി വേറെ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത വേറൊരു പാത്രം എടുക്കണം. ഇത് നമുക്ക് തൽക്കാലം ഈ സൈഡിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 2 ടീസ്പൂൺ ഉഴുന്ന് നമ്മൾ കഴുകി എടുത്തിട്ട് ഈ വേറൊരു പാത്രത്തിൽ അകത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. ഓയിലൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ശരിക്കും ഇതേപോലെ കളറൊക്കെ മാറി വരും. ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിനകത്തിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത നമ്മുടെ ഉഴുന്ന് പൊടി അതേപോലെ മേൽഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഒരു സാധനം കൂടി നമ്മൾ ഇതിൽ ചേർക്കാനുണ്ട്. ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നമ്മൾ നേരത്തെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊണ്ട് എരിവൊന്നുമില്ല, അല്ലാതെ പച്ചമുളക് ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് കുരുമുളക് പൊടിയാണ് ഇത്. ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ ആവശ്യത്തിനുള്ള എരിവൊക്കെ കിട്ടും. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അവസാനത്തെ നമ്മൾ ഫൈനലായിട്ടുള്ള ഇളക്കൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അഗസ്ത്യപ്പൂ അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം. അതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.